കുറ്റമറ്റ മേളയ്ക്കായി മികച്ച സാങ്കേതിക സംവിധാനങ്ങളാണ് ഇത്തവണ ദേശീയ കായികമേളയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് ലോക കായിക ഫെഡറേഷൻ അംഗീകാരമുള്ള സാങ്കേതിക വിദ്യകൾ ദേശീയ സ്കൂൾ കായികമേളയിൽ അവതരിപ്പിക്കുന്നത്. വെടിയൊച്ചകൾ കൃത്യമായി അത്ലറ്റുകളുടെ കാതിലേക്ക്. എത്ര ദൂരത്ത് നിൽക്കുന്ന അത്ലറ്റിനും ഒരേ പ്രവേഗത്തിൽ ശബ്ദം കേൾക്കാൻ കഴിയും. പുത്തൻ സാങ്കേതിക വിദ്യകളിലൊന്നായ ലൗഡ് സ്പീക്കർ സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് ഇതാദ്യമായി ഒരു സ്കൂൾ മീറ്റിൽ അവതരിപ്പിക്കുന്നു. ഫൗൾ സ്റ്റാർട്ട് ഇൻഡിക്കേറ്ററാണ് മറ്റൊരു പുതുമുഖം. സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ നിന്ന് നേരത്തെ കുതിക്കുന്ന വില്ലന്മാരെ പിടികൂടാനാണ് ഫൗൾ സ്റ്റാർട്ട് ഇൻഡിക്കേറ്റർ 61ാമത് ദേശീയ സ്കൂൾ കായികമേളയിൽ കൊണ്ടുവന്നത്. കുറ്റമറ്റ മേളയ്ക്കായി ഈ സാങ്കേതിക വിദ്യകൾ കൂടുതൽ സഹായകരമാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ദേശീയ സ്കൂൾ കായികമേളയിൽ ഒരുപക്ഷെ സ്കൂൾ കായികമേളയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം നമ്മൾ ഇത്തരത്തിലൊരു IAAF അപ്രൂവ് ചെയ്തിട്ടുള്ള അത്യന്താധുനിക എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാങ്കേതിക വിദ്യകൾ സ്റ്റാർട്ടിലും അതുപോലെ ഡിസ്റ്റൻസ് മെഷർമെൻറ്റിലും ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോബബ്ലി ആദ്യമായിട്ടായിരിക്കും. ലോങ് ജമ്പ് പിറ്റിൽ കൃത്യമായി ദൂരമളക്കാൻ കഴിയുന്ന EDM മെഷീനും ഇത്തവണ സംഘാടകർ കോഴിക്കോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ലോക കായിക ഫെഡറേഷൻ അംഗീകരിച്ച സാങ്കേതിക സംവിധാനങ്ങളാണ് 61ാമത് ദേശീയ സ്കൂൾ കായികമേളയുടെ മുഖ്യ ആകർഷണം. സെക്കൻഡുകളുടെയും പോയിന്റുകളുടെയും വ്യത്യാസത്തിൽ യഥാർത്ഥ വിജയെ കണ്ടെത്താൻ ഈ സാങ്കേതിക വിദ്യകൾ സംഘാടകർക്ക് കൂടുതൽ സഹായകരമാകും. കോഴിക്കോട് അബ്ദുറഹ്മാൻ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രഞ്ജു മത്തായി, ടീം റിപ്പോർട്ടർ.